റെഡി? 1 2 3. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത. ആലിപ്പഴം പെറുക്കാൻ തീലിക്കൂടം നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ തീലിക്കൂടം നിവർത്തി, പൂങ്കുരുവി പൂവാങ്കുരുവി പൊന്നോല ആലിപ്പഴം പെറുക്കാൻ തീലിക്കൂടം നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ തീലിക്കൂടം നിവർത്തി, പൂവാങ്കുരുവി പൊന്നോല കുരുവി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ കുട്ടിച്ചാത്തോട് ചോദിച്ചു, എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ തരും. ചാത്തനെ കണ്ടപ്പോ എന്റെ ഇനി നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ചാത്തൻ തരും. പിന്നെ എനിക്കൊന്ന് തൊടണം. തൊടണോ? തൊട്ടോ തൊട്ടോ ക്ലിയാക്കല്ലേ? തൊടാനൊരു പേര്. തൊട്ടോ. ഞാനൊരു ബലത്തിന് നിൽക്കാം. തൊട്ടോ. കുട്ടികളെ, ഞാൻ നിങ്ങളുടെ ചാത്തൻ. കുട്ടിച്ചാത്തനെ കാണാൻ ഭയങ്കര ക്യൂട്ടാ. കുട്ടിച്ചാത്തൻ, ഞങ്ങളുടെ ലോകത്ത് നിങ്ങളുടെ തമാർ പടർ ഞാൻ സ്ഥിരം കാണും. ആരും ഏറ്റവും കൂടുതൽ ഇഷ്ടം തമാർപ്പെടാറില്ല? ഞങ്ങളുടെ ലോകത്തെ എല്ലാരും പറഞ്ഞിട്ടൊന്ന് ലക്ഷ്മിനെ ഇംഗ്ലീഷ് നേരെയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിച്ചു തന്നിട്ട് പോവാൻ പറ്റുമോ? പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇടയ്ക്ക് ഈ തമാർ പടാറിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഒരു തങ്കച്ചൻ വന്നില്ലേ, അവൻ പാവമാണ്. അല്ല നോബി, എന്ത് ചോദിച്ചാലും തരും എന്ന് പറഞ്ഞ സത്യമാണ്. ആണെന്ന് ആണോ ചാത്ത? അങ്ങനെ കണ്ടിട്ടില്ല. എന്ത് ചോദിച്ചാലും തരും. സത്യം? അയ്യോ, അങ്ങനെ സത്യം ഞങ്ങൾ കള്ളം പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ലോകത്ത് നിങ്ങൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. കള്ളം പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഞാൻ സാധനം ചോദിച്ചാൽ തരുമോ? അയ്യോ, ഞങ്ങൾ അവിടെ നിത്യ ബ്രഹ്മചാരികളാണ്. അല്ല, കുട്ടി ഉദ്ദേശിച്ച ഒരു ജീവിതമാണെങ്കിൽ ഒരു ജീവിതം കിട്ടാൻ വേണ്ടി ഒരുത്ത തങ്കച്ചനെന്നും പറഞ്ഞുകൂടെ ഒരുത്ത സൈഡ് വരെ നിൽക്കണം. ഈ കുട്ടിച്ചാത്തന്റെ പുറകെ നിന്ന് വരാതെ അങ്ങോട്ടൊക്കെ പോകും. എന്താണ് വേണ്ടത്? ബിസ്ക്കറ്റാ? നിസ്സാരം. ഓം ക്രീം ബിസ്ക്കറ്റ് വരട്ടെ. എടുത്ത് കഴിക്കൂ. കുട്ടിച്ചാത്തൻ മജീഷ്യനാണ്. കാരണം ഇതാണ് അവിടെ തോൽവി എന്ന് പറയുന്നത്. അതെ. അപ്പൊ ഞാൻ കാര്യം വേണം. നിങ്ങൾക്ക് മുട്ടായി വേണം. ഇവർക്ക് മുട്ടായി വേണം. നിസ്സാരം. ഓം ക്രീം മുട്ടായി വരട്ടെ. അണ്ണാ എടുത്ത് കഴിക്കൂ. അത് പോയി ചാത്തൻ പ്രാവിയാൻ കളി കാര്യം. അവര് ചോദിച്ചു മിഠായി ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു. നമുക്ക് ഇച്ചിരി പൈസ ചോദിച്ചാലോ? ചാത്തനെ വിളിച്ചു വരുത്തിയ. അപ്പൊ പൈസ നമുക്ക് അതിന് ഊട്ടറായിട്ട് ചോദിക്കാം. അതെ. താത്താ
ചാത്ത അവര് കേക്കണ്ട, ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യോ? എന്താ ചോദിച്ചോളൂ. ഇച്ചിരി ടൈറ്റാണ്, വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ട്. മൂത്തമ്മക്ക് ചൊറിയാണ്, കൊച്ചിന് സ്കൂളിൽ പോകാൻ ബാഗ് മേടിച്ചിട്ടില്ല, കുറെ വിഷയങ്ങളുണ്ട്. എനിക്ക് വണ്ടിയുടെ CC എടുത്തില്ല. ഒരു 5000 രൂപ തൽക്കാലത്തേക്ക്. നിസാരം കുഞ്ഞുങ്ങളെ, നിസാരം. 5000 രൂപ വരട്ടെ. 200 രൂപ 150 രൂപയ്ക്ക് മുട്ടായി മേടിച്ച് 50 രൂപയ്ക്ക് ബലൂണും മേടിച്ച് ഇനി 5000 രൂപ വരെ ഞങ്ങളെ കൊച്ചറ്റം കൊണ്ടുവന്നേക്കണ പൈസ. ആരടാ? അത് ശ്രദ്ധിക്കണ്ട. അത് അഖിലാണോടാ? ഞാൻ ആശാരി അല്ല അശരീരി. അശരീരി സത്യം പറഞ്ഞ ആരടാ? അരസം വീടി. ആരടാ മേളില്? ഞാൻ ആട്ടിലാകില് എന്നാ അങ്ങനെ 200 രൂപ വന്നിട്ട് പെണ്ണുങ്ങളെ മുമ്പ് ഷൈൻ ചെയ്യണം, കുറച്ച് മുട്ടായും ബിസ്ക്കറ്റൊക്കെ മോളിൽ നിന്ന് പുറകെ എറിഞ്ഞാൽ എനിക്കൊരു 150 രൂപ തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മണ്ടേ കയറിയിരുന്നത്. ഇത് അങ്കച്ചൈ. നിങ്ങൾക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ എന്നാ പഴയതുപോലെ സ്റ്റേജിൽ എന്റെ കള്ളുകൂടിയൊന്നും കേൾക്കുന്നില്ല. അപ്പൊ പുതിയ അടുത്ത വർഷം ഒരു ചെറിയ ഐറ്റവും ആവും, നിങ്ങളെ പറ്റിക്കുകയും ചെയ്യാം. എന്നാ നിങ്ങൾക്ക് ഷൈൻ ചെയ്യണമെങ്കിൽ 10000 രൂപ ഒന്നുകൂടെ ഇരുന്നാ. ഷൈൻ ചെയ്യണമെങ്കിൽ പെണ്ണുങ്ങളെ മുമ്പ് ഷൈൻ ചെയ്യണമെങ്കിൽ 10000 രൂപ ഇടണമായിരുന്നു. ഞാൻ ആവശ്യം പോലെ സാധനങ്ങൾ പുറക്കിട്ടാനല്ലോ ഇവിടെ നിന്ന്. നീ ആട്ടിലെ പയ്യനാണെങ്കിലും ഡയറക്ടർ മുണ്ടു വരെയൊക്കെ നിനക്ക് എന്തിന്റെ കേടാടാ? നിനക്ക് നാണമല്ലേടാ? അല്ല, അവനവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് അപ്പോഴേ doubt. കാലാണോ കാച്ചിൽ പറിച്ചിട്ടാണ് പോലത്തെ അകലെയാടാ, എടാ രക്ഷിക്കടാ. നിനക്ക് എന്താണ് അതിന്റെ സീരിയസ് ആയിട്ട് നിനക്ക് ഇത്രയും പേര് നിൽക്കുന്നു? എന്താടാ? കുട്ടിച്ചാത്ത അവിടെ നിന്ന് പുഴുക്കാതെ ദൈവലോകത്തേക്ക് തിരിച്ചു വരൂ. പുഴുക്കണ്ട അവിടെ നിന്ന് മെഴുകാതെ തിരിച്ചു വരൂ കുട്ടിച്ചാത്ത. വലിയ പ്രായമായില്ല, ഇപ്പൊ പോയൊരു ബൈക്ക് വർക്ക്ഷോപ്പിൽ നല്ല 2 വർഷം കൊണ്ട് പണി പഠിച്ച് നല്ല പണിക്കാരനാകാം. വെറുതെ ഇത് കാണിച്ചിറക്കല്ലേ പോന്നി. തിരിച്ച് ആ പാട്ടിട്ടാ ഞാൻ സൈഡ് വരെ നാണിച്ചെങ്കിലും കയറി പൊക്കോളാം. പാട്ടിട്ടോട് പോട്ടെ. അങ്ങനെ ആ പാട്ടിട്ട് ഞാൻ സൈഡ് വരെ പോട്ടെ. അങ്ങോട്ടല്ല ഇത് മൊത്തം പറക്കി പറക്കി പോണം. ഇത് മൊത്തം പറക്കി പറക്കി പോണം. പറക്കി പോണം. ആലിപ്പഴം